ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് CA ഫൗണ്ടേഷൻ പേപ്പർ 1 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് ആ പേപ്പറിൽ എങ്ങനെ നമുക്കൊരു ഉയർന്ന മാർക്ക് നേടാം എന്നതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ പേപ്പറിൽ മൊത്തം 10 ചാപ്റ്ററാണുള്ളത്. നമുക്കെല്ലാവർക്കും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ICI തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ തിയറീസ്, ഇല്ലസ്ട്രേഷൻസ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇത് എങ്ങനെ മുഴുവൻ നമ്മൾ ചെയ്ത് തീർക്കും. ശരിക്കും ഇതിന് എത്ര സമയം വേണം? ആ സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഈ ലോക്ക്ഡൗണ് തൊട്ട് മുമ്പ് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് ഞാനും കുറച്ച് സ്റ്റുഡൻസും എല്ലാം കൂടി ഇത് മുഴുവൻ ചെയ്ത് തീർത്തു. ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് 15 ദിവസം, അതായത് 90 അവേഴ്സ് കൊണ്ട് അതിലെ മുഴുവൻ തിയറിയും ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാം ഞങ്ങൾ ചെയ്ത് തീർത്തു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് 12 അവേഴ്സെങ്കിലും പഠിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോൾ നമുക്കൊരു 8 ദിവസം മതി ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ. ഇനി ICI സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ ഉള്ള ഒരു സംശയമാണ്. നമുക്കതും പരിശോധിക്കാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 6 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. പിന്നെ അടുത്ത 5 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയും വേണം. എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് മാത്രം 25 മാർക്ക് ഉണ്ടാവും. അതിൽ 5 മാർക്ക് ചോയ്സ് ആണ്. ടോട്ടൽ 125 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ നവംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. അതിൽ മൊത്തം 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 125 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 100 മാർക്ക് ആൻസർ ചെയ്താൽ മതി. സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ 21 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 15 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ, 10 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ മൊത്തം 21 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നവംബർ 2019 എക്സാമിന്. നവംബർ 2019 എല്ലാ 10 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ചാപ്റ്റർ 6 സ്പെഷ്യൽ ട്രാൻസാക്ഷൻ, 27 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ICI സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചാൽ നമുക്ക് ഈ 125 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓരോ ചാപ്റ്റർ വൈസ് നവംബർ 2019 എക്സാം ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പരിശോധിക്കാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ 1 നിന്ന് ചോദിച്ചത്. 2 മാർക്ക് വീതമുള്ള 2 ട്രൂ ഓർ ഫോൾസ്, പിന്നെ ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. ചാപ്റ്റർ 1 പേജ് നമ്പർ 63, 34, 68 എന്നീ പേജുകൾ പരിശോധിച്ചാൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. ചാപ്റ്റർ 2 നിന്നും 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 മാർക്കിൻ്റെ ട്രൂ ഓർ ഫോൾസ്, 10 മാർക്കിൻ്റെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, 5 മാർക്കിൻ്റെ ഒരു ട്രയൽ ബാലൻസ്. ചാപ്റ്റർ 2 പേജ് നമ്പർ 29, 97 ആൻഡ് 51 പേജ് നമ്പർ പരിശോധിച്ചാൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാം.
ചാപ്റ്റർ 3 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 10 മാർക്കിൻ്റെ. ചാപ്റ്റർ 3 പേജ് നമ്പർ 24 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാം. ചാപ്റ്റർ 4 ഇൻവെൻ്ററിയിൽ നിന്നും ഒരേ ഒരു തിയറി ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 5 മാർക്കിൻ്റെ. ചാപ്റ്റർ 4 പേജ് നമ്പർ 6 അതിൻ്റെ ആൻസർ ഉണ്ട്. ചാപ്റ്റർ 5 ഡിപ്രീസിയേഷനിൽ നിന്നും ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ 4 മാർക്കിൻ്റെ. അത് കമ്പൽസറി ക്വസ്റ്റ്യൻ്റെ ഭാഗമായിരുന്നു. ചാപ്റ്റർ 5 പേജ് നമ്പർ 21 ഇതേ ക്വസ്റ്റ്യൻ കാണാം. ചാപ്റ്റർ 6 നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. 27 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 2 മാർക്കിൻ്റെ കമ്പൽസറി ട്രൂ ഓർ ഫോൾസ്, 5 മാർക്കിൻ്റെ സെയിൽ ഓർ റിട്ടേൺ, 5 മാർക്കിൻ്റെ ആവറേജ് ഡ്യൂ ഡേറ്റ്, 5 മാർക്ക് അക്കൗണ്ട് കറൻറ്റ്, 10 മാർക്കിൻ്റെ കൺസൈൻമെൻറ്റ്. അങ്ങനെ 27 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 6 നിന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്. ചാപ്റ്റർ 6 പേജ് നമ്പർ 40, 62, 39, 79, 104 എന്നീ പേജുകളിൽ ഇതേ ക്വസ്റ്റ്യൻസ് കാണാം. ചാപ്റ്റർ 7 നിന്നും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5 മാർക്കിൻ്റെ മാനുഫാക്ചറിങ് അക്കൗണ്ടും 10 മാർക്കിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർ. ചാപ്റ്റർ 7 പേജ് നമ്പർ 67 ആൻഡ് 37 ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. ചാപ്റ്റർ 8 പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്ന് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ഒരു ട്രൂ ഓർ ഫോൾസ്. ചാപ്റ്റർ 8 പേജ് നമ്പർ 40 ആൻഡ് 126 പേജ് നമ്പർ പരിശോധിച്ചാൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്ന് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചാപ്റ്റർ 9 പേജ് നമ്പർ 15 പരിശോധിച്ചാൽ ഇതേ ക്വസ്റ്റ്യൻസ് കാണാം. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ കമ്പനി അക്കൗണ്ട്സ്, അതിൽ നിന്ന് 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 മാർക്കിൻ്റെ ഒരു ട്രൂ ഓർ ഫോൾസും 15 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും. ചാപ്റ്റർ 10 പേജ് നമ്പർ 3 ആൻഡ് 47 സെയിം ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഉയർന്ന മാർക്ക് വാങ്ങാനുള്ള സൂത്രവിദ്യ എന്താണ്? ICAയുടെ സ്റ്റഡി മെറ്റീരിയൽസ് മുഴുവനായി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉയർന്ന മാർക്ക് വാങ്ങാനുള്ള സൂത്രവിദ്യ. എല്ലാ ക്വസ്റ്റ്യനും 125 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ നോക്കി, എല്ലാം ICAയുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് അതേപോലെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളെല്ലാവർക്കും വരുന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.